ഒരു ആഴമേറിയ ദൈവിക ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ചില ദിവസങ്ങളായി തുടർമാനമായി ദൈവവചനം പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വന്നു. നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്, ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ആയിത്തീരുന്നത്, ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അങ്ങനെ ആ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഈ പലയിടങ്ങളിൽ നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രാധാന്യമുള്ള സമയം ലഭിക്കുമ്പോഴൊക്കെ ഓരോരുത്തരും ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറി നോക്കുമ്പോൾ അവിടെയെല്ലാം കേൾക്കുന്ന ചില ഉപദേശങ്ങളും ചില ആരാധനകളുമുണ്ട്. ഒരു പഴയകാല ആരാധനയുടെ അതിൻ്റെ പ്രാധാന്യവും ആരാധന രീതികൾ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശക്തമേറിയ ഉപദേശങ്ങളും വചനത്തിൻ്റെ ആഴങ്ങളുമൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്ത് എത്രത്തോളം അതിനെ നാം സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. കാരണം ആരുടെയും കുഴപ്പമല്ലാതെ ലോകം വേറൊരു തരത്തിലുള്ള ഉപദേശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെയൊക്കെ നന്മകൾക്കുമൊക്കെ ഇതിനെ ഉപകരണമാക്കി തീർത്തിരിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു വചനം എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കാറുള്ളൊരു വചനമാണ്. ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം കിട്ടാനില്ലായിരുന്നു. അതുപോലെ ഒരു കാലത്തിലേക്ക് ഈ കാലം കടന്നു വന്നിരിക്കുകയാണ്. അവിടങ്ങളിൽ അത്ഭുതങ്ങൾ, അവിടങ്ങളിൽ അടയാളങ്ങൾ, വീര്യ പ്രവർത്തികൾ, ജനത്തിന് ഇൻസ്റ്റന്റായിട്ട് വിടുതൽ ലഭിക്കുന്ന പല മാർഗങ്ങളും ഇന്നത്തെ സുവിശേഷകന്മാരും ഇന്നത്തെ പ്രാസംഗികന്മാരും തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, ചുരുക്കം ചിലരാണ് എപ്പോഴും ഉപദേശവും എപ്പോഴും കഠിനമായ ഉപദേശത്തിന്റെ പ്രമാണങ്ങൾ പ്രസംഗിക്കുമ്പോൾ ജനത്തിന് മടുത്തു പോകുവാനിടയുണ്ട്. അതുകൊണ്ട് വചനം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് ആരെയും പ്രീതിപ്പെടുത്തുവാനല്ല, ഉള്ളതിനെ വെടിപ്പാക്കി കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുവാനുള്ള ഒരു ശുശ്രൂഷയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മുടെ കാതുകൾക്ക് ഇമ്പമായിട്ടുള്ളതല്ല നാം കേൾക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നാം ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് കാത്തിരിക്കുന്നത് നാം എങ്ങനെയും ജീവിക്കുന്നവരായി തീരുവാനല്ല. ഇവിടെ നാം വായിച്ച ആ സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അതിന്റെ 11ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടുന്നതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പകൽക്കാലം പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് എപ്പോഴും വേണ്ടുന്നത്, നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടുന്നതും ആ വചനം, ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ട വചനമാണ്. പല ശുശ്രൂഷകൾ നമുക്ക് പുറത്ത് കാണുവാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസവും ഞാനൊരു പരസ്യം കണ്ടു. ആ പരസ്യത്തിൽ എൻ്റെ ജന്മനാട്ടിൽ ഒരു വലിയ ഉത്സവം നടക്കുന്നതാണ്. പോസ്റ്ററിന്റെ പേര് തന്നെ പ്രവചന ഉത്സവം. എന്നിട്ട് ആ പ്രവചന ഉത്സവത്തിന്റെ അടിയിൽ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വന്നാൽ നിങ്ങളോട് പ്രവചിക്കും. എനിക്കറിയത്തില്ല ഇതേത് സുവിശേഷം, ഏത് പ്രമാണം. പ്രവചനം കേൾക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്.
നിന്റെ ഹൃദയത്തിൽ നിന്റെ വചനത്തെ ഞാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഒരു ആഴ്ച നാം ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ, നമ്മുടെ അടുത്ത ഒരാഴ്ച നമുക്ക് ദൈവം ആയുസ് തരുന്നെങ്കിൽ ആയുസ് വരെ നിൽക്കുവാനുള്ള വചനം ഹൃദയത്തിൽ ഉണ്ടായാൽ, ആമേൻ ഹല്ലേലൂയ, വചനത്തിലൂടെ അല്ലാതെ ഒരു പ്രവചനവും ഈ ലോകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. വചനത്തിലൂടെ അല്ലാതെ ഒരു പ്രവചനവും ഇതുവരെ നിവൃത്തിയായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏത് കാര്യം നിവൃത്തീകരിക്കണമെങ്കിൽ ഹല്ലേലൂയ വചനം അതിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവം അരുളി ചെയ്ത ആലോചനകളും ദൈവത്തിന്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഹലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഒരുവൻ ചേർന്ന് നടപ്പുണ്ട്. ഇവർ കർത്താവിന്റെ ആമേൻ ശുശ്രൂഷയിൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ എപ്രകാരമൊക്കെ അവർക്ക് ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് ആമേൻ ഇങ്ങനെ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് കൂടെ ഒരുവൻ ചേർന്ന് നടന്നു. ആമേൻ ആ ചേർന്ന് നടന്നവൻ ചില കാര്യങ്ങളെ കുറിച്ച് അവരോട് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ കുത്തിക്കൊണ്ടിരുന്നില്ലേ? എന്ത് വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നില്ലേ എന്ന്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, പ്രവചിക്കുന്നത് നല്ലതാ, ആമേൻ, പ്രവചനം നല്ലതാ, ആലോചന നല്ലതാ, ദൂത് നല്ലതാ, വെളിപ്പാട് നല്ലതാ. എന്നാൽ ഹല്ലേലൂയ വചനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രവചനമല്ലാതെ, വചനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആഴമല്ലാതെ, വചനം നമ്മളെ ചെത്തി വെടിപ്പാക്കി അടുത്ത ആമേൻ ദിവസങ്ങളിൽ നാം എപ്രകാരം ജീവിക്കണമെന്ന് ആമേൻ നമ്മോട് വിളിച്ചു പറയുന്ന വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നാം സംഗ്രഹിച്ചു വെച്ചിട്ട് അത് നമ്മോട് കുത്തി കുത്തി ആമേൻ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടുമ്പോൾ ഈ വാക്ക് ആമേൻ ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെട്ട വചനത്തിന് എതിരാണെന്ന് ആമേൻ നിന്നോടും എന്നോടും കുത്തുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വചനം സംസാരിക്കുന്നില്ല എങ്കിൽ, ആമേൻ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസ ജീവിതമൊക്കെ വ്യർത്ഥമാണ്. ആമേൻ ഹല്ലേലൂയ ഇപ്പോൾ നടക്കുന്ന ഉത്സവങ്ങളെ പോലെ, ഇപ്പോൾ നടക്കുന്ന മാമാങ്കങ്ങളെ പോലെ നാം വെറും ഉത്സവം കണ്ടുകൂടുന്നവരായി ആമേൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആയി പോകുവാൻ ഇടയുണ്ട്. എന്നാൽ ഒരു കാര്യം, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വചനത്തിന്റെ ആഴത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനെ ഏറ്റെടുത്ത് അതിൻപടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് അതിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇടയായിട്ടില്ല. അപ്പോൾ നമ്മോട് സംസാരിച്ച വാഗ്ദത്തങ്ങൾ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് നാം അറിയാതെ ആമേൻ ഹല്ലേലൂയ ഓടിയെത്തുവാൻ ഇടയായിട്ടില്ല. വാഗ്ദത്ത ജനത്തോട് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് സ്വർഗത്തിലെ ദൈവം വന്ന് അവൻ അവരോട് സംസാരിച്ചത്. എന്നാൽ അവർ പാലും തേനും ഒഴുകുന്ന രാജ്യത്തേക്ക് ചെന്നപ്പോൾ പാലും തേനുമല്ല അവരെ കാത്തിരുന്നത്, മറിച്ച് ശത്രുക്കളുടെ ഒരു നീണ്ട നിര അവരെ കാത്തിരുന്നത്. അവൻ എന്തിന് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്തിനായി ശത്രുക്കളെ ഒരുക്കി വെച്ചത്? കഴിഞ്ഞ ദിവസവും അവൻ നമ്മോട് സംസാരിച്ച ദൈവദാസൻ പ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തോന്നുമ്പോൾ ശത്രുക്കളെ കൊണ്ടുവന്ന് അവൻ ദൈവിക പദ്ധതിയിലേക്ക് വീണ്ടും വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അവൻ വചനം അതുപോലെ അവൻ നമ്മുടെ ജീവിത യാത്രയിൽ നാം ക്രമീകരിക്കേണ്ടുന്നതിനും ദൈവം നമുക്ക് ഈ ലോകത്തിലെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അനുഭവിക്കേണ്ടുന്നതിനും അതിനേക്കാൾ ഉപരിയായി വരുവാനുള്ള ഒരു ദേശത്തിന്റെ നിത്യ വാഗ്ദത്തം എന്ന് പറയുന്ന ഒരു വാഗ്ദത്തം നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നാം ഇവിടെ നിന്നേ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിത്യതയുടെ കാണാത്ത വാഗ്ദത്തം നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ എങ്ങനെയും ജീവിച്ച് എല്ലാത്തിനും അനുകൂലപ്പെട്ട് എല്ലാത്തിനോടും സമരസപ്പെട്ടു പോയാൽ ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗമൊരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ആമേൻ ദൂരെ നിന്ന് കാണുന്നവരെ പോലെ ആമേൻ ആയിത്തീരുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ദൈവവചനം നമ്മെ ചെത്തി വെടിപ്പാക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന ആ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ
ആത്മാവിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനെ അതുപോലെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആമേൻ 11 വാക്യത്തിൽ നാം വായിച്ചതുപോലെ എന്തിന് നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പകൽക്കാലം ഏത് വചനം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുവോ അത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മറന്നു കളയുന്നവരായിട്ടല്ല, മറിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായി ഒരു തീരുമാനമെടുത്ത് അതിന്റെ വലിയ കാവലായ ഉപദേശം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് പകരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അടുത്ത ഒരാഴ്ച വരെയെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ നിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ആകയാൽ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ, ഈ വചനത്തിന്റെ ആഴങ്ങൾ ദൈവമായ കർത്താവ് ഞങ്ങളിൽ വെളിപ്പെടുത്തണം. ഞങ്ങളുടെ കൃപ കൂടെ ഇരിക്കും. മഹത്വം അങ്ങേക്ക് ക്രിസ്തയേശുവിൻ അത്ഭുതനാമത്തിൽ തന്നെ. നാം വായിച്ചു കേൾക്കപ്പെട്ട വാക്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരിക്കൽ ഇലക്ട്രോണിസിറ്റി ബദേൽ APC ചർച്ചിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഈ സബ്ജക്റ്റ് 1 മണിക്കൂർ പ്രസംഗിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഞാൻ ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്തയിലേക്ക് കയറി വന്നത്, അന്ന് ഈ വളരെ യാദൃച്ഛികമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. പെട്ടെന്ന് ആരോ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ തരികയും ഇതിൽ നിന്ന് ചില ദൈവിക ആലോചനകൾ അന്ന് അവിടെ സംസാരിക്കുവാനിടയായിരുന്നു. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ വീണ്ടും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ പ്രസംഗിച്ച പല ആലോചനകളും കൃപയാൽ ഇന്നും എൻ്റെ ഉള്ളത്തിൽ അതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നെയാണോ ഇന്നും ഞാൻ സംസാരിക്കേണ്ടതെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ അവൻ ഹൃദയത്തോട് ഇടപെടുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടുകൂടി ഈ വചനത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ നമ്മോട് ഇതിൽ നിന്ന് സംസാരിക്കുവാനിടയായി തീർന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു കാരണം അല്ലെങ്കിൽ ഒരു സംഭവം ധന്യനായ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ട് ഒരു വിഷയം കൊരിന്ത്യയിലുള്ള സഭയെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പൗലോസ് എടുത്ത് ഉപയോഗിച്ചത്. ആ ഉദാഹരണം ഇങ്ങനെയാണ്: സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസ് ഈ ഉദാഹരണം കൊരിന്ത്യ സഭയോട് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തിലും അതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങളിലും വായിച്ചു വരുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ കാലം പോലെ തന്നെ സുവിശേഷം പൗലോസ് അപ്പോസ്തലനാൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ട ആ നാളുകളിൽ കൊരിന്ത്യയിൽ
താൻ കടന്നുപോയി സുവിശേഷം അറിയിച്ചു. കൊരിന്ത്യയിൽ ഒരു സഭയെ നേടി. ആ സഭയെ ദൈവത്തിന്റെ പത്യോപദേശത്തിലും നിർമ്മലതയിലും ഒക്കെ നിർത്തിയിട്ട് താൻ കൊരിന്തിൽ നിന്ന് മടങ്ങി അടുത്ത മക്കെദോനിയയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ പ്രസംഗിക്കുമ്പോൾ വീണ്ടും കൊരിന്ത്യ സഭയെ കുറിച്ച് ചില കേട്ടറിവുകൾ പൗലോസിന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് പൗലോസ് വീണ്ടും വന്ന് അവരോട് സുവിശേഷിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഈ കൊരിന്ത്യ സഭയിൽ വന്നിട്ട് അവരോട് ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിച്ചത്. അങ്ങനെ പൗലോസ് അവരെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ: ഞാൻ ഒരു കാര്യം ഭയപ്പെടുന്നു. ഹവ്വയെ സർപ്പം ഉപായം കൊണ്ട് ചതിച്ചു കളഞ്ഞു, അതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെ? നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആ നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിങ്ങളെ ഹവ്വയെ സർപ്പം വന്ന് ചതിച്ചതുപോലെ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആര്? സർപ്പം വന്നതുപോലെ ആര് വന്ന് നിങ്ങളെ ചതിക്കുമെന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്. അതിന്റെ താഴത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തുറക്കുന്നത് ആശ്ചര്യം. ഞാൻ വേഗത്തിൽ അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചില ചിന്തകളിലേക്ക് കടക്കുവാൻ ശരണപ്പെടുകയാണ്. ഇവിടെ പൗലോസ് കൊരിന്തിലെ സഭയോട് നിങ്ങളെ സർപ്പം ചതിച്ചതുപോലെ ചതിക്കുമോ എന്ന് ഭയപ്പെടുന്നത് ദുരുപദേശങ്ങൾ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് അപ്പോസ്തലൻ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ആത്മാവിന്റെയും സ്വർഗത്തിന്റെയും വിശുദ്ധിയുടെയും വേർപാടിന്റെയും കർത്താവിന് വേണ്ടി ഏകാഗ്രതയോടെ കാത്തിരിക്കണമെന്നുള്ള ആമേൻ ഉത്തമമായ ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ട് കൊരിന്തിൽ നിന്ന് മടങ്ങിപ്പോയി അടുത്ത സ്ഥലത്ത് താൻ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നത് താൻ പഠിപ്പിച്ച പഠിപ്പീരുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊരിന്തിലുള്ളവർ അവൻ മറ്റുള്ള ചില ഉപദേശങ്ങളിലേക്ക് മാറിപ്പോകുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഭയപ്പെടുന്നു. സർപ്പം വന്നിട്ട് ഏദനിൽ ഹവ്വയെ ചതിച്ചതുപോലെ ആമേൻ ആകാത്ത കാര്യങ്ങളും വേണ്ടാത്ത പ്രലോഭനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ട് നിങ്ങളെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നൊക്കെ അകറ്റിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ഈ കാര്യം പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പുറകിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ടാണ് താൻ പറയുന്നത്. താൻ വെറുതെ സുവിശേഷം പറഞ്ഞ് കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് അവരോട് നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുവാൻ ഇവിടെ സഭയിൽ വന്നിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആമേൻ ഒരു വ്യക്തിത്വത്തെ അല്ല അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു പിതാവ് തന്റെ ആമേൻ പെൺമകളെ ആമേൻ തനിക്ക് അനുയോജ്യനായ ഒരുത്തന് വിവാഹം നിശ്ചയിച്ചിട്ട് അവന് വേണ്ടി അവളെ ശുദ്ധീകരിച്ച് ആമേൻ ആ ഏക പുരുഷന് വേണ്ടി അവളെ ക്രമപ്പെടുത്തി നിർത്തുന്ന ഒരു പിതാവിനെ പോലെ താൻ ഉപദേശം പറഞ്ഞു വളർത്തുന്ന തന്റെ സഭയെ തന്റെ മകളെ പോലെ കണ്ടിട്ട് ക്രിസ്തു എന്ന ഏക പുരുഷന് ഈ സഭയെ മണവാട്ടിയായിട്ട് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ ആ വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷൻ കടന്നു വരുന്നത് വരെ ഈ മകൾ എല്ലാ അർത്ഥത്തിലും ശുദ്ധയും നിഷ്കളങ്കതയും ആമേൻ ആർക്ക് വിവാഹം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തു അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവളായി തീരണമെന്നുള്ള ഒരു പിതാവിന്റെ സ്നേഹത്തോടെ ആ സഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെ പൗലോസ് ഇവിടെ വരച്ചു കാണിക്കുകയാണ്. പകൽക്കാലം പ്രിയമുള്ളവരെ, ഒരു കാര്യം ഒരു പക്ഷേ പ്രായം കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളോട് ചേർന്ന് നിന്ന് പറയട്ടെ, ഒരു പക്ഷേ പ്രായം കൊണ്ട് നിങ്ങളെക്കാൾ കൂടുതലുണ്ടാകാം, കുറവുണ്ടാകാം. എന്നാൽ ഒരു ഉപദേശകന്റെ ഒരു നടത്തിപ്പുകാരന്റെ സ്ഥാനം ഒരു സഭ എന്ന് പറഞ്ഞ പൗലോസ് വിവരിച്ചിരിക്കുന്നത് പോലെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന തന്റെ പെൺമക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്റെ സഭയെ സ്നേഹിക്കുന്ന ഒരുവനായിരിക്കണം ഇടയൻ. ആ ഇടയന്റെ
ഏറ്റവും വലിയ ലക്ഷ്യം ആമേൻ ഹല്ലേലൂയ ഉത്തമനായ ഒരു മണവാളന് വേണ്ടി അവനെ കണ്ടുപിടിച്ച് ആക്കി വെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ പഴയ നിയമകാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിക്കല്ല ഒരു കന്യകയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്താൽ ആമേൻ ഹല്ലേലൂയ അവളെ വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷൻ അവളെ താമസിപ്പിക്കുവാൻ അവൾക്ക് ഏറ്റവും സൗകര്യത്തോടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി മടങ്ങി വന്ന് അവളെ തന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ അവൾ ആ ലോകത്തിന്റെ കളങ്കമോ ആ ലോകത്തിന്റെ മാലിന്യങ്ങളോ ആ ലോകത്തിന്റെ യാതൊന്നും ഏൽക്കാതെ ആരും തനിക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആമേൻ തന്റെ പിതാവിന്റെ അടുത്ത് നിന്ന് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആര് വരുന്നുവോ അവന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ സഭ കാത്തിരിക്കണമെന്ന് പൗലോസ് ഈ വാക്കിലൂടെ ആമേൻ ഹല്ലേലൂയ നമ്മളെ ആമേൻ പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെ പ്രബോധിപ്പിക്കുമ്പോൾ പൗലോസ് ഭയപ്പെടുന്ന ഒരു കാര്യം, സർപ്പം ഏതനിൽ കടന്നുകൂടി. അവൻ ഇന്ന് പകൽക്കാലം ആ വാക്യത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപേ പല കാര്യങ്ങൾ ഹല്ലേലൂയ പ്രവചനത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിഴലായി നിൽക്കുന്ന പല കാര്യങ്ങളെയും കൊണ്ടുവന്ന് അതിനോട് കണക്ട് ചെയ്യണം. അവൻ ഹല്ലേലൂയ മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ഇപ്രകാരം ഒരു പ്രമാണമുണ്ട്: ഒരു പുരുഷന് ഒരു കന്യകയെ വിവാഹ നിശ്ചയം കഴിച്ചിട്ട് അവളിൽ വല്ല പോരായ്മയും കണ്ടെത്തിയാൽ അവളെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളയണമെന്ന് ഒരു ന്യായപ്രമാണത്തിന്റെ പ്രമാണം നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അതേ പ്രമാണത്തിൽ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ആമേൻ ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ നേടിയെടുത്ത ദൈവസഭ ആമേൻ ഹല്ലേലൂയ ഒരു കന്യക തന്റെ പുരുഷനെ ആമേൻ കാത്തിരിക്കുന്നത് പോലെ നിർമ്മലതയോടും ഏകാഗ്രതയോടും കൂടി പഥ്യോപദേശത്തിന്റെ ആഴങ്ങളിൽ അവൻ ഒട്ടും വ്യതിചലിക്കാതെ ന്യായപ്രമാണ കാലത്ത് ഒരു കന്യകയെ പ്രകാരം ജീവിച്ചിരുന്നുവോ അതേപോലെ ജീവിച്ചിരിക്കണമെന്ന് അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ആലോചന ആ വാക്യങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം പൗലോസ് ഒരു പിതാവിന്റെ സ്നേഹത്തിൽ ഭയപ്പെടുകയാണ്. എന്റെ മക്കൾ വഴി പിഴച്ചു പോകുമോ അല്ലെങ്കിൽ വഴി തെറ്റി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവർ വെറുതെ വഴിതെറ്റി പോകത്തില്ല. ആമേൻ ഹല്ലേലൂയ ഉപായത്തിന്റെ ചതികളിൽ കുടുങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് വഴിതെറ്റി പോകുവാൻ കഴിയത്തുള്ളൂ. എന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ആമേൻ ഹല്ലേലൂയ വചനത്തിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ആമേൻ ഈ ലോക ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് എങ്ങനെയും ജീവിക്കുവാൻ അവകാശമില്ല. ഒന്ന് ഹല്ലേലൂയ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. രണ്ട് ഒരു കോൺസെൻട്രേഷൻ. ആമേൻ ഹല്ലേലൂയ ഇത് രണ്ടുമില്ലാത്ത ജീവിതം ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് 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 ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതാണെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ആത്മീയ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് പൂർണ്ണ പ്രാധാന്യമുണ്ട്. ഒന്ന് കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് ആരോട്? ഹല്ലേലൂയ ഒരുവൻ ചേർക്കുവാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവന്റെ മുമ്പിൽ അവനോടുള്ള ആമേൻ ഹല്ലേലൂയ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി വിട്ട് ഏകാഗ്രത നഷ്ടപ്പെടരുത്. കാഴ്ചപ്പാടിനെയാ ഏകാഗ്രത കാണിക്കുന്നത്. ഒരു കാഴ്ചപ്പാടുണ്ട്. ആമേൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഒരുവൻ മടങ്ങി വരുവാനുണ്ട്. അവൻ എന്നോട് ഒരു കാര്യം കൽപ്പിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ട് ഞാൻ പിന്മാറി പോകുവാൻ പാടില്ല. അടുത്തത് ഹല്ലേലൂയ കോൺസെൻട്രേഷൻ. ആമേൻ ഹല്ലേലൂയ ഒരുവൻ വാക്കു പറഞ്ഞിട്ട് പോയതാ. അവൻ മടങ്ങി വരുന്നത് വരെ അവൻ പറഞ്ഞിട്ടുള്ള കൽപ്പനകളും അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നിവർത്തീകരിച്ചില്ല എങ്കിൽ അവൻ വലിയ പരാജയത്തിലേക്ക് വീണു പോകുവാനിടയുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ദൈവവചനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് ഉറപ്പിച്ചു തരുവാൻ പോകുകയാണ്. മോശയ്ക്ക് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞുവല്ലോ, മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞു, ഒരുവൻ വിവാഹ നിശ്ചയം തന്റെ മകളെ വിവാഹ നിശ്ചയം കഴിച്ചിട്ട് അവളിൽ വല്ല പോരായ്മയും കണ്ടാൽ അവളുടെ പിതാവിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ആമേൻ ഹല്ലേലൂയ കല്ലെറിഞ്ഞ് കൊന്നുകളയണമെന്ന് മോശെ മുഖാന്തരം പ്രമാണം കൊടുത്തു. എന്തിന്? വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിക്കുവാൻ അനുവാദമില്ല. പ്രമാണങ്ങളുണ്ട്.
ഇങ്ങനെ പോകണം, ഇത് ചെയ്യണം, ഇങ്ങനെയാകാവുള്ളെന്ന് ലോകത്തിൻ്റെതായ ഹല്ലേലൂയ പ്രമാണങ്ങൾ അവൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണങ്ങൾക്കനുസരിച്ച് പോകുവാൻ കഴിയത്തുള്ളൂ. 2, കോൺസെൻട്രേഷൻ, ലക്ഷ്യത്തിൽ നിന്ന് ഈ കന്യക പിന്മാറി പോകുവാൻ പാടില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, അവൻ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ ഈ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എവിടെയാണ് ഈ ഹവ്വയെ ഉദാഹരണമായിട്ട് പൗലോസ് അപ്പോസ്തലൻ എടുത്ത് ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ പുറകിൽ ചില ആത്മീക മർമ്മങ്ങൾ ഇന്ന് പകൽക്കാലം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ അത് ഗ്രഹിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അവിടെവിടങ്ങളിൽ കോട്ടങ്ങൾ സംഭവിക്കും. എന്തിനാ പൗലോസ് ഈ ഹവ്വയെ മാത്രം എടുത്തു പറഞ്ഞത്? ഏദനിൽ നമുക്കറിയാം, സകലത്തെയും സൃഷ്ടിച്ചിട്ട് അതിനെ അടക്കി വാഴുവാൻ മനുഷ്യനെയും സൃഷ്ടിച്ച് മനുഷ്യനെ അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ദൈവം മനുഷ്യനെ തേടിയെത്തുന്ന ഒരു വൈകാറാകുന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം എത്തുന്നതിന് മുൻപേ അവിടെ ഒരുവരെത്തി. നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എന്നാൽ ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഈ കൗശലമേറിയ പാമ്പ് ഈ തോട്ടത്തിന്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് ദൈവം ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് തോട്ടത്തിൽ വൈകാറാകുന്ന വേളകളിൽ ദൈവം വന്ന് മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ സമയത്തിന് മുൻപ് ഈ കൗശലമേറിയ പാമ്പ് കടന്നു വന്നിട്ട് സ്ത്രീയോട് അല്ലെങ്കിൽ ഹവ്വയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായിട്ടുണ്ട്. അതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഈ ജീവി ഇവളോട് സംസാരിക്കുമ്പോൾ ആ ജീവി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഈ സ്ത്രീ മറുപടി പറയുവാൻ തുടങ്ങി. എത്ര പേർക്ക് അതിന്റെ ആഴം മനസ്സിലായി? പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഏകാഗ്രത വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവസന്നിധിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവം വന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീയുടെ മുൻപിൽ ഈ പാമ്പ് കടന്നു വന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ ഏകാഗ്രത നഷ്ടമായിട്ട് അവൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവം കൽപ്പിക്കാത്ത മറുപടികൾ അവളുടെ വായിൽ നിന്ന് വന്നു. അവളുടെ ഏകാഗ്രത പിശാചിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തെറ്റിപ്പോകുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പൗലോസ് അപ്പോസ്തലൻ ഈ സംഭവത്തെ കൊണ്ടുവന്ന് കൊരിന്തിലെ സഭയോട് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഏകാഗ്രത ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെ നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടും? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഉപദേശങ്ങളും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ചോദ്യങ്ങളും അടുത്തതായി നിനക്ക് ലഭിക്കുവാൻ പോകുന്ന മോഹന വാഗ്ദാനങ്ങളുടെ ഉപദേശങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഏദനിൽ സംഭവിച്ചതുപോലെ നിന്റെ ഏകാഗ്രത നഷ്ടമായാൽ നിനക്ക് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു തന്ന ഉപദേശങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകും. ഉപദേശങ്ങൾ വ്യതിചലനം ഉണ്ടാകുമ്പോൾ ചിലതൊന്നും സാരമില്ല എന്ന് എണ്ണുവാൻ നിന്റെ ഉള്ളിൽ പ്രേരണയുണ്ടാകും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അവിടെവിടങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവിടെവിടങ്ങളിൽ അടയാളങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഉപദേശത്തെ ബെരോവയിലെ വിശ്വാസികളെ പോലെ വചനം വെച്ചുകൊണ്ട് അതിനെ ഒന്ന് പഠിക്കുവാൻ നാം ശ്രമിച്ചില്ല എങ്കിൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തീരും. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ അടുത്തത് നമുക്ക് സംഭവിക്കുവാൻ പോകുന്നത് നാം വഷളായി പോകുവാൻ ഇടയുണ്ട്. വഷളത്വം എന്ന് പറഞ്ഞാൽ എന്താ? മ്ലേച്ഛമായതെന്തും സാരമില്ല എന്ന് ചൊല്ലി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ദൂത് വിളിച്ചു പറയട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ആദമിൽ തുടങ്ങി വെളിപ്പാടിൽ വരെ പരിശുദ്ധാത്മാവ്
വചനത്തിന്റെ ആഴങ്ങൾ തന്ന് നമ്മളെ ഉറപ്പിക്കുമ്പോൾ എന്തിനാ പഴയ നിയമകാലത്തിൽ ഓരോരുത്തരോടും ദൈവം ഇടപെട്ട രീതിയും ആമേൻ ഓരോരുത്തരോടും ദൈവം എന്തെല്ലാം ന്യായവിധികൾ നടത്തിയെന്നും എന്തെല്ലാം നന്മകൾ കൊടുത്തു എന്നും പറയുന്നത്? അവരുടെ എല്ലാം ജീവിതത്തിൽ അവൻ ഈ ഹൗവയ്ക്കുണ്ടായതുപോലെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയപ്പോൾ വഷളായി പോകുവാൻ, ദൈവിക പദ്ധതിയിൽ നിന്ന് വിട്ടുമാറി പോകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ രണ്ട് വാക്യങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായ ഉപദേശങ്ങളും വ്യക്തമായ ആലോചനകളും നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ ലോകത്തിന്റെ ക്ഷണികമായ ഒരു കാര്യവും ആരാധന എന്ന പേരിലായിക്കൊള്ളട്ടെ, ഉപദേശം എന്ന പേരിലായിക്കൊള്ളട്ടെ, വചനത്തിന് വിരുദ്ധമായ ഏത് കാര്യങ്ങൾ കാണുമ്പോഴും അതിൽ നിന്ന് വിട്ടൊഴിയുവാൻ, ഇത് എന്റെ യേശുവിനോട്, എന്റെ ആത്മമണവാളനോടുള്ള ആ സഖിത്വത്തിൽ നിന്ന് എന്നെ വേർപെടുത്തി കളയുന്നതാണെന്ന് തിരിച്ചറിയുവാൻ ആത്മാവിന്റെ ജ്ഞാനം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വല്ലാത്ത പോരായ്മകൾ നേരിടുവാനിടയായിത്തീരും. പലപ്പോഴും ഞാൻ പറഞ്ഞുവല്ലോ, പലപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കാറുള്ള അനേക പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ട്. ഈ ഹൗവ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് പിന്നീടുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും കാരണമെന്ന്. ഞാൻ ദൈവസന്നിധിയിൽ വചനങ്ങളെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചിലരോട് പറയാറുണ്ട്, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അതിൽ മറഞ്ഞിരിക്കും, എന്നിട്ട് മറ്റു ചിലരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ഏതനെ ഹൗവയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഹൗവയുടെ ജീവിതത്തിൽ നേരിട്ട പോരായ്മയെ പറയുമ്പോൾ യഥാർത്ഥ പ്രതി അതിന്റെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. വചനം വായിക്കുമ്പോൾ, വചനത്തിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹൗവയെ തനിച്ച് കിട്ടിയപ്പോൾ പിശാച് വന്ന് ഉപായം കൊണ്ട് അവളെ ചതിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, യഥാർത്ഥ പ്രതി വേറൊരാളോട് മറഞ്ഞിരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ആ വചനം കൂടെ നിങ്ങളോടൊന്ന് സംസാരിച്ച് വേഗത്തിൽ അടുത്ത ആ ദൈവിക പദ്ധതിയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഏതിനെയും സകലത്തെയും സൃഷ്ടിച്ചിട്ട് ജലത്തെ മണ്ണുകൊണ്ട് അതിനെ വാഴുവാൻ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അതിന്റെ ഉള്ളിലാക്കി വെച്ചു. അവനെ കൊണ്ടുവന്ന് സകലതും കാണിച്ചു കൊടുത്തു. സകലതും കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനെ എല്ലാം വാഴുവാൻ, ഇതിന്റെ എല്ലാം അനുഭവം പങ്കുവയ്ക്കുവാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷം. നീ അതിനെ തുടരുത്, അത് പറിച്ചു തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിച്ചു പോകുമെന്ന്. അത് കഴിഞ്ഞു. അവിടെ കഴിഞ്ഞപ്പോൾ മനുഷ്യനെതിരെയെല്ലാം വാണ്, ഇതിനെയെല്ലാം പേരിട്ട് ഇതിലെ മൃഗങ്ങളെയും ഒത്ത് സന്തോഷിച്ച് നടക്കുമ്പോൾ ദൈവം ഒരു കാര്യം കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് അവനൊരു നിദ്ര കൊടുത്തു, ഒരു ഗാഠനിദ്ര കൊടുത്തിട്ട് അവന്റെ അസ്ഥിയിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് അവനോട് കൂടെ സന്തോഷിക്കേണ്ടതിന് കൊടുത്താക്കിയിട്ട് തോട്ടത്തെ കാക്കുവാനും സൂക്ഷിക്കുവാനും കൽപ്പിച്ചാക്കിയിട്ട് ദൈവം അവിടുന്ന് മാറിപ്പോയി. വൈകാറാകുന്ന വേളയിൽ ദൈവം മനുഷ്യനെ വന്ന് വിളിക്കും, മനുഷ്യനോട് സംസാരിക്കും, ദൈവം കടന്നു പോകും. അങ്ങനെ ഒരു വൈകിയ വേളയിൽ ദൈവം തോട്ടത്തിൽ വന്നിട്ട് ഒരു വിളി, ആദമേ നീ എവിടെ? അടുത്ത മറുപടി, ഞാൻ എവിടെ ഉണ്ട് എന്നല്ല, ഞാൻ നിന്റെ ഒച്ച കേട്ടിട്ട് നഗ്നനാകുന്നത് കൊണ്ട് ഇവിടെ മറഞ്ഞിരിക്കുകയാണ്. അടുത്ത ചോദ്യം, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നു. ഇന്ന് പകൽക്കാലം അടുത്ത മറുപടി ആദം പറയുന്നത്, എന്നോട് കൂടെ ഇരിക്കേണ്ടുന്നതിന് നീ എനിക്ക് തന്ന ഈ സ്ത്രീ പറിച്ചു തന്നു, ഞാൻ ഭക്ഷിച്ചു എന്ന്.
എന്നാൽ നിത്യനായ ദൈവത്തിന്റെ നിത്യജ്ഞാനത്താൽ മനുഷ്യൻ ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ മനുഷ്യരോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. അവൻ തോട്ടത്തിൽ വന്നിട്ട് അവൻ ദൈവം ചോദിച്ച ചോദ്യം, ആദമേ നീ എവിടെയായിരുന്നു? അവൻ സ്വാഭാവികമായിട്ടും അവൻ തെറ്റ് ചെയ്ത അവൻ ഹൗവ, സർപ്പം അവൻ ഉപായത്തിൽ ചതിച്ചത് ഹൗവയാണ്. അതുകൊണ്ട് ഒന്നും പിഴയ്ക്കാതെ ആദം വിളിച്ചു പറഞ്ഞു, നീ എന്റെ കൂടെ ഇരിക്കേണ്ടുന്നതിന് ഈ സ്ത്രീ അവൾ എനിക്ക് പറിച്ചു തന്നു, ഞാനത് ഭക്ഷിച്ചു എന്ന്. എന്നാൽ ദൈവത്തിന്റെ ചോദ്യത്തിന്റെ ആഴം മനുഷ്യന് പിടികിട്ടിയില്ല. ദൈവത്തിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്തായിരുന്നു അറിയാമോ? നീ ഒഴിവുകഴിവ് പറഞ്ഞ് തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുവാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വാക്ക് ഉണ്ടല്ലോ, ആമേൻ, അത് തന്നെയാ നീ ചെയ്ത കുറ്റം. നിന്നോട് കൂടെ ഇരിക്കേണ്ടുന്നതിന് ആമേൻ തന്ന സ്ത്രീ യാമേനെന്ന് നീ നിന്റെ വാക്കുകൊണ്ട് പറഞ്ഞല്ലോ. കർത്താവിന്റെ ചോദ്യം, ആ സ്ത്രീയെ തനിച്ചാക്കിയിട്ട് നീ എവിടെയായിരുന്നു? ആദമിന് മനസ്സിലായില്ല ദൈവത്തിന്റെ ചോദ്യത്തിന്റെ അർത്ഥം. ആദ്യമേ വന്ന് നീ ഭക്ഷിച്ചോ, നീ എടുത്തോ, നീ തെറ്റ് ചെയ്തോ എന്നല്ല ചോദിച്ചത്. ആദമേ നീ എവിടെയായിരുന്നു? അവന്റെ ഉത്തരം ഈ സ്ത്രീ ആയിരുന്നു ചെയ്തതെന്ന്. എന്നാൽ അടുത്ത ഉത്തരമുണ്ട് കേട്ടോ, ഈ സ്ത്രീക്കല്ല ഞാൻ പ്രമാണം കൊടുത്തത്. വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം സകലത്തെയും സൃഷ്ടിച്ചിട്ട് സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദത്തിനോടാ പറഞ്ഞത്, ഇതിന്റെ ഉള്ളിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്, നീ ഇതിലേക്ക് കൈ നീട്ടരുതെന്ന്. എന്നാൽ സർപ്പം വന്ന് ഉപായത്താൽ ചതിച്ചതെപ്പോഴാ? ആദമിന്റെ കൂടെ ഇരിക്കേണ്ടുന്നതിനാ, അവൻ ഹവ്വയുടെ കൂടെ ഇരിക്കേണ്ടുന്നതിനാ ഈ ആദമുള്ളത്. എന്നാൽ അവളെ വിട്ടിട്ട് തോട്ടത്തിൽ നിന്ന് ഇവൻ പിന്മാറിപ്പോയ ഒരു സമയമുണ്ടല്ലോ, ആ സമയം നോക്കിയ ചതിക്കുന്ന കൗശലക്കാരൻ ഇവരുടെ ഉള്ളിൽ കടന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അതിന്റെ ഉള്ളിൽ എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരാത്മീയാർത്ഥം ഇന്ന് പകൽക്കാലം ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. അതിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നാം ആരുടെയും പേരിൽ ഇനി പരിചാരത്തില്ല. ദർശിക്കുവാൻ, സംസാരിക്കുവാൻ വൈകിയ വേളയിൽ സൃഷ്ടിച്ചവനായ ദൈവം വരും. കൂടെ ഇരിക്കേണ്ടുന്നതിന് ആദാമിനെ കൽപ്പിച്ചാക്കി. എന്നാൽ അവളെ തനിച്ചു വിട്ടിട്ട് കൽപ്പന കിട്ടിയ ആദാം അവളുടെ അടുത്ത് നിന്ന് മാറിപ്പോയപ്പോൾ കൗശലത്തിന്റെ വശീകരണ വാക്കുമായി, ഉപായത്തിന്റെ ചതിക്കുന്ന വാക്കുമായി സാത്താൻ അവളെ മുൻപിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എങ്ങനെ സാത്താൻ വന്നു? പ്രമാണം കിട്ടിയ ആദം പ്രമാണമില്ലാത്ത ഹൗവയുടെ അടുത്ത് നിന്ന് മാറിപ്പോയപ്പോൾ കൗശലക്കാരൻ അവരുടെ ഇടയിൽ കടക്കുവാൻ ഇടയായി തീർന്നു. ഇത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഹൗവ ആദമിനോട് ദൈവം സംസാരിച്ച വാക്കുകൾ പ്രമാണമായി നിലനിൽക്കുമ്പോൾ, പ്രമാണം നിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയാൽ, നിന്റെ അടുത്ത് നിന്ന് പ്രമാണം നീങ്ങിപ്പോയാൽ, നീ ഹൗവയുടെ കുറ്റം ചാരി രക്ഷപ്പെടുവാൻ നോക്കരുത്. ഉപായത്താൽ ഹൗവയെ ചതിച്ചത് പ്രമാണം ലഭിച്ച അരുതേ എന്ന് വിലക്കണ്ട പ്രമാണമുള്ള ആദം അവളെ വിട്ടുമാറി പോയപ്പോഴാണ് അവളുടെ കോൺസെൻട്രേഷൻ അവിടെ നിന്ന് മാറിപ്പോയിട്ട് ഉപായത്തിന്റെ വാക്കുകൾക്ക് മറുപടി പറയുവാൻ തക്കവണ്ണം ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ഉപായത്താൽ അവൾ മറുപടി പറഞ്ഞു. അവൾ വിചാരിച്ചു തീർന്നു എന്ന്. അടുത്ത ചോദ്യം വന്നു. അവൾ അറിയാതെ. കാരണം എന്താണെന്നറിയാമോ? അവൾക്ക് പ്രമാണമില്ല. ഹൗവയ്ക്ക് അതുവരെ പ്രമാണമില്ലായിരുന്നു. പ്രമാണം കിട്ടിയത് ആദമിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് പകൽക്കാലം പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വെച്ചിട്ട് ഈ ഒരു വിഷയത്തെ സാധൂകരിക്കുവാൻ പറ്റത്തില്ല. അങ്ങോട്ട് പുറകോട്ട് വചനത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കുവിൻ, അതിലൊന്നിനും ഇണയില്ലാതെ ഇരിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം
ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഈ നീ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത പ്രമാണമാണ്. ദൈവം കൊടുത്ത പ്രമാണമാണ്. ആദമിനാണ് നാം 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹല്ലേലൂയ. ആദമിനാണ് പ്രമാണം കിട്ടിയത്. എന്നാൽ ഹവ്വയെ തനിച്ചാക്കി ആദം ഏദനിൽ നിന്ന് പിൻവാങ്ങി പോയ നേരത്ത്, അഥവാ പ്രമാണം ഇല്ലാതെ ഇരുന്ന സമയത്താണ് അവൻ പിശാച് ഈ സ്ത്രീയുടെ അടുത്ത് വന്നതും അവളോട് സംസാരിച്ചതും. ആ പിശാചിന്റെ വശീകരണ വാക്കുകളിൽ അവൾ കുടുങ്ങി പോകുവാൻ ഇടയായിട്ടുള്ളത്. നമുക്കൊരു വാക്യം വായിക്കാം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഹോശേയ പ്രവചനം. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ ആമേൻ ഹല്ലേലൂയ, എന്താ മറുപടി എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഹോശേയ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ആമേൻ, ആമേൻ ഹല്ലേലൂയ. അവർ ആദാമെന്ന പോലെ ആമേൻ എന്നോട് നിയമത്തെ ലംഘിച്ചു. ഇന്നു പകൽക്കാലം പ്രിയമുള്ളവരെ, ആമേൻ പൗലോസ് അപ്പോസ്തലൻ ഭയപ്പെട്ട് പറയുന്നു, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെയും ആമേൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ ആമേൻ ഹല്ലേലൂയ ഹോശേയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ആദാം തന്റെ നിയമത്തെ ലംഘിച്ചു. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഈ പാവം പിടിച്ച ഹവ്വയെ കുറ്റം പറഞ്ഞിട്ട് പറയും, ആമേൻ ഹവ്വ പഴം പറിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ഇന്നും ആമേൻ ഏതന്റെ ആമേൻ ഉന്നതങ്ങളിലെ അവസ്ഥയിൽ ജീവിക്കേണ്ടവരായിരുന്നു. യഥാർത്ഥ പ്രതി പറഞ്ഞിരിക്കുക, ആമേൻ നിയമം ലഭിച്ചാലാം അതിനെ ലംഘിച്ചത് കൊണ്ട് ഹോശേയ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആമേൻ എന്നോടവൻ വിശ്വാസപാതകം ചെയ്തിരിക്കുക. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. ആദം ചെയ്ത പ്രവൃത്തിക്ക് ദൈവം പ്രവചനാത്മാവിലിട്ട പേരെന്താണെന്നറിയാമോ? വിശ്വാസപാതകം എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ വിശ്വസിച്ചു, നീ അത് സൂക്ഷിച്ചില്ല, നീ എന്നോട് പൊറുക്കുവാൻ കഴിയാത്ത തെറ്റാ ചെയ്തത്. അവൻ ഇതൊന്നും അറിയാതെയാണ് ആദം ചെയ്തിട്ട് പറയുന്നത്, എന്നോട് കൂടെ ഇരിക്കേണ്ടുന്നതിന് നീ തന്ന ഈ സ്ത്രീ ഇവിടെ പറിച്ചു തന്നു, ഞാൻ തിന്നു. ദൈവത്തിന്റെ ചോദ്യം, നീ എവിടെയായിരുന്നു? നിന്നോട് കൂടെ ഇരിക്കേണ്ടതിനാണ് ഞാൻ തന്നത്, ഇത് വിട്ടിട്ട് നീ എവിടെയായിരുന്നു? ആമേൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ നിഴലായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആമേൻ പ്രമാണം നിന്റെ ഉള്ളിൽ തന്നിട്ടില്ലായിരുന്നു, പ്രമാണം നീ സൂക്ഷിക്കണ്ടായിരുന്നു, പ്രമാണം നീ അനുസരിക്കണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. വശീകരിക്കുന്ന വഞ്ചനയുടെ വാക്കുകളുമായി ചതിക്കുന്നവൻ, ഉപായത്താൽ ചതിക്കുന്നവൻ നിന്റെ അടുത്ത് വന്നപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ തന്ന പ്രമാണം എവിടെയായിരുന്നു? നീ എന്നോട് എന്താ വിശ്വാസപാതകം കാണിച്ചത്? അവൻ നീ ആരുടെ മേല തെറ്റാരോപിക്കുന്നത്? ആരെയാ നീ കുറ്റക്കാരനാക്കുന്നത്? നിനക്കും എനിക്കും തമ്മിൽ ഒരു ബന്ധമില്ലേ? ആ ബന്ധത്തിന് ഞാൻ തന്ന എന്റെ പ്രമാണം ഉപേക്ഷിച്ചിട്ട് നീ എന്നോട് വിശ്വാസപാതകം ചെയ്തില്ലേ? ഒരു ചോദ്യം പ്രിയമുള്ളവരെ, അരുവതാരം വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ആത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കും. നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയത്തില്ല കേട്ടോ. ആദമിനെ പോലെ വിശ്വാസപാതകം ചെയ്തു എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കും. തെറ്റ് ചെയ്തിട്ട് അതിന്റെ കുറ്റം ഇനി ഒരുത്തന്റെ തലമേൽ കൊണ്ട് വെക്കരുത്. നീ ചെയ്ത പാപം നീ ദൈവത്തോട് ഏറ്റുപറയണം. ഹല്ലേലൂയ. ആ പാവം സ്ത്രീയുടെ തലയിലേക്ക് ഒന്നും അറിയാതെ ആകൊണ്ട് ആമേൻ അവന്റെ
ആദമിനെ പോലെ നാം ആരും നമ്മെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചൊരുത്തരുണ്ട്. അവനോട് പാതകം ചെയ്യരുത്, അവനോട് പാതകം ചെയ്യരുത്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം പാമ്പിനെ ശിക്ഷിച്ചു, സ്ത്രീയെ ശിക്ഷിച്ചു, ആദമിനെയും ശിക്ഷിച്ചു. ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയത് വചനം പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ആദമിനാണ് ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയത്. സ്ത്രീക്ക് കിട്ടിയ ഒരേ ഒരു ശിക്ഷ, നീ വേദനയോടെ പ്രസവിക്കും, കഴിഞ്ഞുകൊണ്ട ശിക്ഷ. അടുത്തതെല്ലാം അവൾക്ക് അനുഗ്രഹങ്ങളാണ് കിട്ടിയത്. എന്നാൽ ആദമിന് കിട്ടിയത് എന്താണെന്ന് അറിയാമോ? നിന്റെ അവസാനത്തെ ശ്വാസം വരെ നീ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം. നിന്റെ വിയർപ്പില്ലാതെ നിനക്ക് കഴിയുവാൻ കഴിയത്തില്ല. നിന്റെ കഷ്ടത നിന്നെ തിരിച്ചു വിളിക്കുന്നത് വരെ മാറത്തില്ല. എന്തിനാണെന്ന് അറിയാമോ ആദമിന് ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയത്? വിശ്വാസപാതകം. ദൈവം ഒരിക്കലും ക്ഷമിക്കാത്ത കുറ്റമാണെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ തോത് വിളിച്ചു പറയുക. അവൻ പ്രിയമുള്ളവരെ, എന്താ വിശ്വാസപാതകം? നിനക്ക് ലഭിച്ച പ്രമാണം നിന്നെ തന്നെ സൂക്ഷിക്കേണ്ടത്. ആണായാലും പെണ്ണായാലും ദൈവം അതിനെ കാണുന്നത്, പൗലോസ് കാണുന്നത്, സഭയെ കാണുന്നത് ഒരു നിർമ്മല കന്യകയായി, ഒരു അപ്പൻ ഒരു പുരുഷന് വിവാഹം നിശ്ചയം ചെയ്ത കന്യകയായിട്ട് സഭയെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയെ നിനക്ക് വിശ്വാസപാതകം ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ നിന്നെ വിശ്വസിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. നീ അവൻ മടങ്ങി വരുന്നത് വരെ നീ അവനോട് വിശ്വാസപാതകം കാണിച്ചാൽ ലഭിച്ചതുപോലെ വലിയ ശിക്ഷയ്ക്ക് നാം പാത്രരായി തീരും. ഇനി നിങ്ങൾ ആദമിന്റെ ഹവ്വയുടെയും ഒക്കെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഹവ്വയിലേക്ക് ആരുടെ വിരൽ നീണ്ടുപോകത്തില്ല. യഥാർത്ഥ പ്രതി മറഞ്ഞിരുന്നിട്ട് വിളിച്ചു പറയുക, ഈ സ്ത്രീ കാരണമാണ് എനിക്കിതൊക്കെ സംഭവിച്ചത്. പ്രമാണമുള്ള നീ മാറിപ്പോയത് കൊണ്ടല്ലേ നിന്റെ പ്രമാണം ഇരിക്കേണ്ടടത്ത് വഞ്ചകൻ കടന്നു വരുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ട വാക്യത്തിൽ ഒരാഴമുണ്ട്. ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം ഇരിക്കേണ്ട ഇടത്ത് വചനം ഇരുന്നാൽ ആ വചനം നിന്നോട് സംസാരിക്കും, നിന്നോട് ഉപദേശിക്കും. നീ നടക്കുന്ന വഴി വിശ്വാസപാതകത്തിന്റെ വഴിയാണെങ്കിൽ നിന്നോട് സംസാരിക്കും. ഈ വഴി പോകരുത്, ഇത് നിനക്ക് വിശ്വാസ ത്യാഗം സംഭവിക്കുവാൻ ഇടയുള്ള വഴിയാണ്. നിന്നെ തിരുത്തും. നീ അവന്റെ ഉന്നതമായ പാതയിലേക്ക് മടങ്ങി വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ആദമിനെ പോലെ വിശ്വാസപാതകം ചെയ്യുന്നവരായി തീരുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് പേടിച്ച പേടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സർപ്പം ഉപായത്താൽ ചതിക്കുന്നവരാ. ഇവിടെ നിന്ന് പ്രമാണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഈ സ്ഥലത്ത് അവൻ കയറി കിടക്കും. എന്നിട്ട് ഒരിക്കലും അവൻ തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ വഷളാക്കി കഴിഞ്ഞാൽ പിന്നെ കന്യക എന്ന പേര് ലഭിക്കത്തില്ല. വഷളായി പോയാൽ പൗലോസ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരുന്ന പ്യുവർ വെർജിൻ, യഥാർത്ഥ നിർമ്മലം, ഒരല്പം പോലും കളങ്കം പറ്റാത്ത കന്യക. അങ്ങനെയുള്ള ഒരു കന്യകയെ ചേർക്കുവാനാണ് മണവാളൻ വരുന്നതെങ്കിൽ പൗലോസ് ഭയപ്പെടുകയാണ്. ആദമിന് സംഭവിച്ചതുപോലെ ന്യായപ്രമാണം ഇരിക്കേണ്ടടത്ത് ഇരുന്ന് ഉപദേശിച്ച ആദം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, എന്ന് വെച്ചാൽ പ്രമാണം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, വഞ്ചകൻ ചതിക്കുന്നവൻ അവിടെ കയറിക്കൂടത്തില്ലായിരുന്നു. എന്നാൽ പ്രമാണം അവിടെ നിന്ന് മാറിപ്പോയപ്പോൾ ചതിക്കുന്നവൻ അവന്റെ ചതിയുമായി ഇവിടെ എത്തി. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ആ ചതിയൻ അന്ന് ഏതിനിൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിച്ച് നിങ്ങളുടെ ഏകാഗ്രത, നിങ്ങളുടെ നിഷ്കളങ്കത്വം അത് നശിപ്പിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ നിർമ്മല കന്യകയല്ല എങ്കിൽ അവൻ നിങ്ങളെ തള്ളിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
ആകെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഭയപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം വചനം എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിടുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഭയപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മോട് ഉപദേശിക്കുന്ന വചനത്തിന്റെ ആഴം മാറിപ്പോയാൽ ചതിക്കുന്നവന്റെ ചതി അവിടെ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ആരും ഇനി അവന്റെ വഞ്ചനയിലും ചതിയിലും കുടുങ്ങിപ്പോകരുത്. എന്തിനാ ഉൽപ്പത്തിയിൽ കൊണ്ട് ഈ ചതി വെച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ദൃഷ്ടാന്തമാണ്. ആത്മമണവാളൻ മടങ്ങി വരുന്നത് വരെ ഏത് നിമിഷവും നാം ചതിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഇവൻ മോഹന വാഗ്ദാനങ്ങളുമായി വരുമ്പോൾ അവരോട് സംസാരിക്കാനല്ല നമ്മുടെ നേരം, മറിച്ച് ഉള്ളിൽ നിന്ന് വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ആമേൻ ഈ ചതിയുടെ വഴികൾ വരുന്ന മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വചനം കൊണ്ട് അതിനെ ജയിക്കുവാൻ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ആ വലിയ കൃപ ഹൃദയത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നാം പ്രാപിച്ചെടുക്കുന്നില്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ വലിയ പരാജയത്തിലേക്ക് നാം ഹല്ലേലൂയ വീണു പോകുവാനിടയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ, ആമേൻ. ഇന്ന് പകൽക്കാലം ഇത്രയും കാലം ചെറിയ പ്രായം മുതൽ നമ്മൾ കേട്ടിട്ടും നമ്മുടെ ഉള്ളിൽ ഈ ഹൗവയായിരുന്നു യഥാർത്ഥ പ്രതി, അല്ലേ? ഏകനിൽ നിന്ന് ആമേൻ മനുഷ്യകുലം പുറത്താക്കപ്പെടുവാൻ ഏക പ്രതി ആമേൻ ഈ ഹൗവയായിരുന്നു. എന്നാൽ ഇയ്യോബ് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച മനുഷ്യൻ. നാം ആദ്യം കേട്ടത് ഹോശേയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ആദമിനെ പോലെ വിശ്വാസപാതകം ചെയ്തവൻ. ഇയ്യോബ് വിളിച്ചു പറയുകയാണ്, ഞാൻ ആദമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം എന്റെ മാർവിടത്ത് മറച്ചു വെച്ചിരുന്നു എങ്കിൽ. യഥാർത്ഥ പ്രതിയെ ദൈവവചനം മുമ്പിൽ കൊണ്ടുവരിക. ആദം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവന്റെ ലംഘനം മറച്ചു വെച്ചിട്ട് അങ്ങോട്ട് വിരൽ ചൂണ്ടി ആ സ്ത്രീ കാരണമാ ആമേൻ ഞാൻ ഈ തെറ്റ് ചെയ്തത്. ഇയ്യോബ് ദിവ്യാത്മാവിനെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക, ഞാൻ ആദമിനെ പോലെ എന്റെ ലംഘനത്തെ എവിടെ ആമേൻ ചെടികൾക്കിടയിൽ പോയി മറഞ്ഞിരുന്നിട്ട് ലംഘനം ചെയ്തിട്ട് ചെടികൾക്കിടയിൽ പോയി കൂട്ടായിരിക്കേണ്ട സഹോദരിയെ വിട്ടുപിരിഞ്ഞിട്ട് ലംഘനം ചെയ്തിട്ട് മരങ്ങൾക്കിടയിൽ പോയി മറഞ്ഞിരുന്നിട്ട് ദൈവത്തോട് അഗ്നിജ്വാലിക്കത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുക, ആ സ്ത്രീ അവളൊരു കാരണം ഞാൻ ഈ പാതകം അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഈ വലിയ കഷ്ടം സംഭവിച്ചു. വിളിച്ചു പറയുക, ആദമിനെ പോലെ ലംഘനം മൂടി വെച്ചിരുന്നെങ്കിൽ എന്റെ അകൃത്യം എന്റെ മാർവിടത്തിൽ അവൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അകൃത്യം ചെയ്തിട്ട് ഞാനത് മറച്ചു വെച്ചിരുന്നെങ്കിൽ ദൈവമേ നീ അത് കേൾക്കത്തില്ലായിരുന്നു. അടുത്തത് ഇഷ്ടംപോലെ സാധനങ്ങൾ അവൻ പരിശുദ്ധാത്മാവിൽ വചനത്തിൽ നിന്ന് തെളിവെടുത്ത് തരാൻ വചനമായതിന്റെ ആഴത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് കേട്ടോ യഥാർത്ഥമായ ദൈവവചനത്തിന്റെ മർമ്മമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോബ് പറയുക, ഞാൻ എൻ്റെ അകൃത്യം ഒരിക്കലും മറച്ചു വെക്കത്തില്ല, എൻ്റെ ലംഘനത്തെ ഞാൻ മൂടി വെക്കത്തില്ല. വചനം പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങളെ മാറ്റിയെടുത്തിട്ട് വാട്ടവും മാലിന്യം ഉള്ള കന്യകയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നിയമമുള്ളപ്പോൾ എതിരായ പിതാവ് ക്ഷമയോടുകൂടി വീഴ്ചകളെ ക്ഷമിച്ച് പോരായ്മകളെ മറന്ന് കുറവശങ്ങളെ കഴുകിക്കളഞ്ഞ് തന്റെ രക്തത്താൽ വെടിപ്പാക്കി നിർമ്മല കന്യകയാക്കി വീണ്ടും വീണ്ടും തീർത്തെടുക്കുവാൻ സ്വർഗത്തിലെ പദ്ധതിയുള്ളപ്പോൾ നാം ആരും ആദമിനെ പോലെ ഇനി മറ്റൊരിടത്തേക്ക് വിരൽ ചൂണ്ടരുത്. പ്രമാണം ഇരിക്കേണ്ടവിടത്ത് പ്രമാണം ഇരുന്നാൽ, പ്രമാണം അനുസരിക്കേണ്ടുന്നത് പോലെ പ്രമാണം അനുസരിച്ചാൽ ദൈവിക പദ്ധതിയുടെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് എപ്രകാരം ആഗ്രഹിക്കുന്നു അതേ നിലവാരത്തിലായി തീരുവാനിടയായിത്തീരും.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ലംഘനങ്ങളെ നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ ആഴം യഥാർത്ഥമായി ആ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് വെളിവായി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർപ്പം ഉപായം കൊണ്ട് ചതിക്കും. അവിടങ്ങളിൽ ഹല്ലേലൂയ വേണ്ടാത്ത ആലോചനകളും വേണ്ടാത്ത പദ്ധതികളും വേണ്ടാത്ത പ്രമാണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ വഴിതെറ്റിക്കുവാൻ നോക്കും. എന്നാൽ ആമേൻ ഹല്ലേലൂയ ദൈവവചനം പറയുന്നത് പോലെ സർപ്പത്തിന്റെ ഉപായത്തിൽ കുടുങ്ങിപ്പോകരുത്. അവിടെ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളെ നിർമ്മല കന്യകയായി ആമേൻ ഹല്ലേലൂയ വിളിക്ക് ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ഒരുക്കിയിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഏകാഗ്രത ഇതിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ തൻ്റെ മഹിമാസന്നിധിയിൽ നാം നിൽക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചാൽ അതിൻ്റെ പുറകിൽ വലിയ 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 ഓരോ വിഷയങ്ങളും ഇങ്ങനെ ആദവനെ ഹൗവയെ ആമേൻ ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ക്യാരക്ടറായിട്ട് ദൈവം നിർത്തിത്തരുന്നത് എന്തിനാണ് പറയുന്നത്? ഇവരോടൊക്കെ എടുത്ത ആമേൻ ഒരു നീതിയോ ഒരു ന്യായമോ അല്ല ദൈവം ഇപ്പോൾ ഈ കൃപായുഗത്തിൽ നമ്മോട് കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെ ലൈസൻസ് ആക്കി എടുക്കാതെ ദൈവസന്നിധിയിൽ വീഴ്ചയില്ലാത്തവരായി കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ സ്വർഗ്ഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്നെ ഓർമ്മയിലേക്ക് കയറി വന്നതുകൊണ്ട് ഒരു വാക്യം ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാവുന്ന ഒരു കഥയാണ്. ആമേൻ. യാക്കോബ് വാഗ്ദത്തം ലഭിച്ച ദൈവത്തിന്റെ വാഗ്ദാനമുള്ളവൻ അവന്റെ സന്തതി ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പുറപ്പെട്ടു പോയി. എന്നാൽ ആമേൻ ഹല്ലേലൂയ അവൾ പുറപ്പെട്ടു പോയിടത്ത് ആമേൻ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ആമേൻ ഒരു ഇടപാടുകളുടെ പോരായ്മ വന്നു. പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു കാര്യം ആമേൻ ഹല്ലേലൂയ ദേശത്തിലെ കന്യകമാരെ കാണുവാനാണ് യാക്കോബിന്റെ മകളായ ഈ കന്യക ദേശത്തിലെ കന്യകമാരെ കാണുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. എന്നാൽ അവൾ മടങ്ങി വന്നത് ആമേൻ ഹല്ലേലൂയ ദേശത്തിൽ കന്യകമാരുണ്ടായിരുന്നു. അവൾ മടങ്ങി വന്നത് ആമേൻ കന്യക എന്ന പേര് നഷ്ടപ്പെട്ട് മടങ്ങി വരുവാനിടയായി തീർന്നു. ഇത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ദേശം ദൈവസന്നിധിയിൽ നാം ജീവിക്കുന്ന ദേശം ഹല്ലേലൂയ നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ ദീനയുടെ ലക്ഷ്യം ദേശത്തിലെ കന്യകമാരോടൊത്ത് സഞ്ചരിക്കാമെന്നായിരുന്നു. എന്നാൽ മടങ്ങി വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോരായ്മ സംഭവിക്കുവാൻ മോശവത്വം സംഭവിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളൊക്കെ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ ആമേൻ ഹല്ലേലൂയ ആമേൻ വഷളത്വം നിറഞ്ഞ ലോകമാണ്. ആമേൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ദൈവാത്മാവിൽ ഹല്ലേലൂയ ചിന്തിച്ചൊരു ചിന്ത ദേശത്തെ കന്യകമാരോടൊത്ത് സന്തോഷിക്കുവാൻ പോയവൾക്ക് കിട്ടിയത് ഹല്ലേലൂയ അതിനേക്കാൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദോഷകരമായ കാര്യമാണ്. അതുകൊണ്ടൊരു കാര്യം പൗലോസ് വിളിച്ചു പറയുന്ന വാക്യത്തോട് ചേർന്ന് പറയട്ടെ. ഉപായത്താൽ ചതിക്കുന്ന ചതികൾ ആമേൻ ഞാനും നിങ്ങളും നമ്മുടെ തലമുറകൾ ജീവിക്കുന്ന ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ നാം ആരോട് ഇടപെടണം, എങ്ങനെ ഇടപെടണം, ആമേൻ നാം വിചാരിക്കുന്ന പോലെയുള്ള വ്യക്തികളാണ് നമ്മോട് തിരിച്ചടപെടുന്നത്. ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വഷളത്വം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ പ്രമാണം ആമേൻ ഉള്ളിലില്ല എങ്കിൽ ആമേൻ ഉപദേശിച്ച് വഴി നടത്തുന്ന പ്രമാണം ആമേൻ ഉപദേശിക്കേണ്ടതുപോലെ ഉപദേശിച്ചില്ല എങ്കിൽ ആമേൻ ദേശത്തെ കന്യകമാരെ കാണുവാൻ പോയവർക്ക് നിത്യലജ്ജയ്ക്ക് പിതാവിന് മാതാവിന് സഹോദരങ്ങൾക്ക് എല്ലാം നിത്യലജ്ജയ്ക്ക് കാരണമായി തീർന്നതുപോലെ ആമേൻ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രമാണമില്ലായ്മ കൊണ്ട് ആമേൻ നിത്യലജ്ജയ്ക്കിടയായി തീരും. വേറൊരു ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ
അരുളപ്പാട് കൊടുത്ത് വിളിച്ചിറങ്ങി. ആമേൻ, ഹല്ലേലൂയ. അവന്റെ പേരാണ് ആമേൻ ശിംശോൻ അല്ലെങ്കിൽ സാംസൺ. അവൻ ഹല്ലേലൂയ അവന്റെ മാതാപിതാക്കൾക്ക് ജനിക്കപ്പെടുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി ആമേൻ അവരോട് പറഞ്ഞു, ആമേൻ ദാൻ ഗോത്രത്തിലെ ആമേൻ മാനോഹ എന്ന് പറയുന്ന ആമേൻ ഈ വ്യക്തിക്കും ആമേൻ ഈ അവന്റെ ഭാര്യയ്ക്കും ഒരു തലമുറയെ കൊടുക്കും. ദാൻ ഗോത്രം ആമേൻ യാക്കോബിന്റെ 12 മക്കളിൽ ഒന്ന്. ആമേൻ ദാൻ എന്ന പേരിന്റെ അർത്ഥം ന്യായപാലനം ചെയ്യുന്നവനെന്ന്. അവന് ഹല്ലേലൂയ ഇതൊന്നും അറിയാതെ യാക്കോബ് അവനെ അനുഗ്രഹിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ദാൻ സഹോദരന്മാരുടെ ഇടയിൽ പാർക്കും, അവർക്ക് വേണ്ടി ന്യായപാലനം ചെയ്യും. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദാൻ ഗോത്രത്തിൽ ജനിക്കപ്പെട്ടവരാണ് ശിംശോൻ. അവൻ ദൈവത്തിന്റെ ദൂതൻ നേരിട്ടിറങ്ങി ജനിക്കുന്നതിന് മുൻപേ ഇന്നതുപോലെ പ്രമാണപ്രകാരം ഇവൻ ജീവിക്കണമെന്ന് അവൻ അരുളപ്പാട് കൊടുത്തു. ഇവന് ആമേൻ ഹല്ലേലൂയ ചില വ്യവസ്ഥകളുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ഇവന് ജീവിക്കുവാൻ പറ്റത്തില്ല. ഇവനൊരു പ്രമാണമുണ്ട്. ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ ഇവൻ എന്റെ ജനത്തിന് ന്യായം കഴിക്കുന്നവരായി തീരുമെന്ന്. എന്നാൽ അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, അവൻ യൗവനപ്രാപ്തനായപ്പോൾ അവൻ ആദ്യം ഒരു ഫിലിസ്തീയ കന്യകയെ കണ്ട് അവളുടെ പുറകെ പോയി. അടുത്തത് ആമേൻ ഹല്ലേലൂയ അവൻ പുറപ്പെട്ടു ചെന്നൊരു വേശ്യയെ കണ്ട് അവളുടെ പുറകെ പോയി. ആമേൻ ഹല്ലേലൂയ അടുത്തത് വേറൊരു സ്ത്രീയെ കണ്ടു, അവളുടെ പുറകെ പോയി. ആമേൻ ഹല്ലേലൂയ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ വചനത്തിന്റെ ആഴത്തിലേക്ക് അവൻ ഇന്ന് പകൽക്കാലം ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രം പറയുക. ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ദൈവത്തിന്റെ പ്രമാണം ജനിക്കുന്നതിന് മുൻപേ കൊടുത്തവൻ അതെല്ലാം വിട്ടിട്ട് കണ്ണിൽ കണ്ട വഴിയെ പോയപ്പോൾ അവൻ അവിടെ 16-ാം അധ്യായം ന്യായപ്രമാണ പുസ്തകം 16-ാം അധ്യായത്തിൽ അവൻ ഇവനെ ബന്ധിക്കുവാൻ ഈ സ്ത്രീയോട് ഫിലിസ്ത്യൻ അവൻ സംസാരിച്ചുറപ്പിച്ചു. അവന്റെ ശക്തി ഏതിലായിരിക്കുന്നത് അവൻ പറഞ്ഞു, അവൻ 7 ആമേൻ ഹല്ലേലൂയ ആമേൻ നൂല് കൊണ്ടുവന്ന് എന്നെ ബന്ധിച്ചാൽ ചണനൂല് കൊണ്ട് ബന്ധിച്ചാൽ ആമേൻ ഹല്ലേലൂയ പുതിയതായത് ആമേൻ ഹല്ലേലൂയ ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്തത് കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ശക്തി ക്ഷയിക്കും. എന്നാൽ അവൾ അത് ചെയ്തു. ശിംശോനെ ഫെലിസ്തീനിക എന്ന് പറഞ്ഞപ്പോൾ അവനതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പുറത്തു വന്നു. 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും ഇവനെ ബന്ധിച്ചപ്പോൾ ഇവളുടെ പ്രവൃത്തി ഇവനെ ബന്ധിക്കുവാനുള്ളതാണെന്ന് തിരിച്ചറിയാതെ പോയത് എവിടെ? ഒരു പ്രാവശ്യം എന്നെയോ നിങ്ങളെ കെട്ടിയാൽ നമുക്കറിയാം നമ്മുടെ കൈ കിട്ടുന്നത് നമ്മളെ കീഴ്പ്പെടുത്താനാണ്. ശിംശോനെ ഒരിക്കൽ കെട്ടി അവനത് പൊട്ടിച്ചു കളഞ്ഞു. 2ാമതും കെട്ടി അവൻ അതും പൊട്ടിച്ചു. 3ാമതും കെട്ടി അവൻ അതും പൊട്ടിച്ചു. എന്റെ ചോദ്യം, 3 പ്രാവശ്യം ഇവനെ കെട്ടിയപ്പോഴും ഇവൾ കെട്ടുന്നത് ഫെലിസ്ത്യർ കേൾപ്പിച്ചു കൊടുക്കാനാണെന്ന് ഇവൻ അറിയത്തില്ലായിരുന്നു. അവന്റെ ബുദ്ധി മാറിപ്പോയി. എവിടെ? ദൈവം കൊടുത്ത പ്രമാണം ഇരിക്കേണ്ടിടത്തു നിന്ന് കാണാത്ത കാഴ്ചകളിലേക്കും നടക്കാത്ത അനുഭവങ്ങളിലേക്കും ശിംശോൻ മാറിപ്പോയപ്പോൾ ദൈവത്തിന്റെ പ്രമാണം ഇരിക്കേണ്ടിടത്ത് നിന്ന് പ്രമാണം മാറിപ്പോയി. ശിംശോന്റെ ശക്തി ക്ഷയിച്ചു. അവൻ അടുത്തൊരു പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് പറയാൻ പോയാൽ ഇന്നത്തെ ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ നീണ്ടുപോകും. ഇവിടെ ഒരു വാക്യമുണ്ട്, അവൾ അവനെ മടിയിൽ കിടത്തി അവനെ ഒതുക്കി തുടങ്ങി. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. സർപ്പം ഉപായം കൊണ്ട് ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ യാക്കോബിന്റെ മകൾ ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയപ്പോൾ അവൾക്ക് ചതിവ് പറ്റി. ശിംശോൻ ന്യായപ്രമാണമുള്ളവൻ ന്യായപ്രമാണം വിട്ട് വഴി നടന്നപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് പ്രമാണം മാറിപ്പോയപ്പോൾ അവൾ അവനെ ഒതുക്കി തുടങ്ങി, അല്ലെങ്കിൽ ഉപായം കൊണ്ട് അവനെ ചതിച്ചു തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി അവൻ ഓരോരുത്തരോടും, അവൻ സഹോദരന്മാരോടും സഹോദരിമാരോടും, അവൻ പ്രായമായവരോടും കുഞ്ഞുങ്ങളോടും
എല്ലാവരോടും ഒരുപോലെ ഇടപെട്ട ഒരു ദൈവികാലോചന. ആമേൻ. ദൈവവചനം വിധിക്കേണ്ട ഇടത്തിരുന്ന് നിന്നെ ഉപദേശിച്ചില്ല എങ്കിൽ നീ അറിയാതെ ഉപായത്തിന്റെ ചതികളിൽ കുടുങ്ങിപ്പോകും. ശിംശോനെ മെരുക്കിയതുപോലെ ആമേൻ നിന്നെ മെരുക്കി തുടങ്ങും. നിന്നെ ഒരു പ്രാവശ്യം എത്തിയപ്പോഴും നിനക്കറിയാൻ കഴിഞ്ഞില്ല. നിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ ബലം ക്ഷയിപ്പിക്കുവാൻ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നിന്നെ പുറകോട്ട് മാറ്റിക്കളയുവാനോ, നിന്നോട് സ്നേഹത്തിൽ ഇമ്പമായി സംസാരിച്ച് മധുരമായി സംസാരിച്ച് നിന്റെ മാതാപിതാക്കളിൽ നിന്ന് പോലും നിന്നെ മാറ്റിക്കളഞ്ഞിട്ട് അവൻ നിന്നോട് കൃത്യമായി സംസാരിച്ചത് ഉപായത്തിന്റെ, വഞ്ചനയുടെ, ചതിയുടെ അവൻ പ്രമാണം നിന്റെ ഉള്ളിൽ ആക്കി വെക്കുവാനാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ശിംശോൻ വ്യക്തമായി നിന്ന് സംസാരിക്കുന്ന ഒരാലോചനയുണ്ട്. അടുത്ത നിമിഷം നിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ പോകുക, നിന്റെ ബലം ക്ഷയിക്കുവാൻ പോകുക. നിന്നോട് മുടിയിൽ തലോടി തന്നത് ആമേൻ നിന്നെ എന്നേക്കുമായി നിനക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറ്റിക്കളയുവാനാണെന്ന് ആമേൻ തിരിച്ചറിയാതെ പോയല്ലോ. ഇന്ന് പകൽക്കാലം പൗലോസ് ഭയപ്പെടുന്നത് ഉപായത്തിന്റെ ചതികൾ ആമേൻ നിങ്ങളിൽ കുടുങ്ങി പോകരുത്. നിങ്ങളുടെ ഏകാഗ്രത വിട്ടുപോകരുത്. നിങ്ങളുടെ നിഷ്കളങ്കത വിട്ടുപോകരുത്. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിന്റെ ആഴം അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. മനുഷ്യന്റെ ചതികളിലും ആമേൻ വഞ്ചനകളിലും ഉപദേശത്താൽ കാര്യം മാറ്റിക്കളയുന്ന ആമേൻ ഉപായത്തിന്റെ ചതികളും ആമേൻ നമ്മെ വാഴുവാൻ ഇടയാകരുത്. യാക്കോബിന്റെ മകൾക്ക് സംഭവിച്ചത് മാതാപിതാക്കളെ വിട്ട് കന്യകുമാരോടൊത്ത് സന്തോഷിക്കുവാൻ പോയപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികൂലം ഉപായ നിമിത്തം, ചതിവ് നിമിത്തം ആമേൻ നേരിടേണ്ടി വന്നു. ആമേൻ ഹല്ലേലൂയ. ശിംശോൻ മാതാപിതാക്കളെ വിട്ട് ആമേൻ ഹല്ലേലൂയ അവന് ഇഷ്ടമുള്ള വഴിയെ പോയപ്പോൾ ആമേൻ അവന്റെ പ്രമാണത്തിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞിട്ട് അവനെ ബന്ധിച്ചൊതുക്കി കളഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഏദനിൽ ഹവ്വയുടെ അടുത്ത് ആമേൻ പ്രമാണമുള്ള ആമേൻ ആദം ഇരിക്കുന്നിടത്ത് ആമേൻ ഇരിക്കാഞ്ഞത് നിമിത്തം ആമേൻ ഹല്ലേലൂയ ഉപായത്തിൽ, സർപ്പത്തിന്റെ ഉപായത്തിന്റെ ചതിയിൽ ഹവ്വ കുടുങ്ങി പോകുവാൻ ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആദമിനെ പോലെ ലംഘനങ്ങളെ മൂടിവെക്കുന്നവരായിട്ട് തീരുവാനല്ല. ആമേൻ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അകൃത്യങ്ങളും ഒക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ലംഘനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പരിശുദ്ധന്റെ സാക്ഷിയായി അവന്റെ വചനത്തെ പ്രമാണിച്ചു നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ശലോമോൻ പറയുന്നു, എന്റെ പ്രാവേ, എന്റെ പ്രാവേ എന്നുള്ള വിളി കേൾക്കുവാൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ആ വിളി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സർപ്പത്തിന്റെ ഉപായത്തിൽ ഇനി കുടുങ്ങി പോകരുത്. ആമേൻ. അവന്റെ ചതിയിൽ നാം വീണു പോകരുത്. ആമേൻ ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനുള്ള സ്നേഹത്തിലും ഏകാഗ്രതയിലും നിഷ്കളങ്കതയിലും മുന്നോട്ട് പോകുവാൻ